നമുക്ക് താമരശ്ശേരി ചുരം കയറി കരിന്തണ്ടനെ ഒന്ന് കണ്ടിട്ട് വരാട്ടോ. കരിന്തണ്ടൻ ആരാന്ന് മനസ്സിലായോ? വയനാട്ടിലെ ആദിവാസി പണിയർ വിഭാഗത്തിലെ ഒരു കാരണവരായിരുന്നു കരിന്തണ്ടൻ. കോഴിക്കോട് വയനാട് പാതയിലുള്ള താമരശ്ശേരി ചുരത്തിന്റെ പിതാവായാണ് കരിന്തണ്ടനെ ആദിവാസികൾ കാണുന്നത്. എഴുതപ്പെട്ട രേഖകളൊന്നും ലഭ്യമല്ല. ആദിവാസികൾക്കിടയിലുള്ള വാമൊഴി കഥകളിലൂടെ തലമുറകളായി പകർന്നു വന്ന അറിവ് മാത്രമാണ് ഇത്. കോഴിക്കോട് നിന്നും ചുരം വഴി വയനാട്ടിലേക്കും അതുവഴി മൈസൂരിലേക്കും കടക്കുന്നതിന് ഒരു പാത നിർമ്മിക്കുന്നതിന് ബ്രിട്ടീഷുകാർ ശ്രമിക്കുന്ന കാലം. പല മാർഗങ്ങളും ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. വയനാടൻ കാടിനെയും ഭൂപ്രകൃതിയെയും നന്നായി അറിയാവുന്ന കരിന്തണ്ടന്റെ സഹായത്തോടെ ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ പുതിയ വഴി കണ്ടെത്തി. ഒരു പ്രബല സാമ്രാജ്യത്തിന് കേവലനായ ഒരു ആദിവാസിയുടെ സഹായം തേടേണ്ടി വന്നു എന്ന നാണക്കേട് മറയ്ക്കാനും ഇനി ഈ വഴി മറ്റാർക്കെങ്കിലും കാട്ടിക്കൊടുത്താലോ എന്ന ഭയം കൊണ്ടും കരിന്തണ്ടനെ ചതിച്ചു കൊന്നു എന്നാണ് ഐതിഹ്യം. ചതിയാൽ മരണപ്പെട്ട കരിന്തണ്ടന്റെ ആത്മാവ് അലഞ്ഞു നടന്നുവെന്നും ചുരം വഴി പോകുന്ന കാളവണ്ടികളും മറ്റു വാഹനങ്ങളും അപകടത്തിൽ പെട്ടുവെന്നും ഒടുവിൽ പ്രശ്നവിധിയായി ഈ ആത്മാവിനെ ഇരുമ്പു ചങ്ങലയിൽ തളച്ചു എന്നുമാണ് ആദിവാസികൾ വിശ്വസിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ കാര്യമായതുകൊണ്ട് കൊന്നുകളഞ്ഞ കഥ എന്തായാലും വിശ്വസിക്കാം, അല്ലെ? ഈ ചേട്ടനാണ് ഇപ്പോൾ ഇവിടെ തിരി കത്തിക്കുന്നതും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്യുന്നത്. ഈ ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് അത്രമേൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് പറയാത്തത്. ഈ ചേട്ടൻ പറഞ്ഞ പ്രകാരം ഇവിടെയാണ് കരിന്തണ്ടനെ മറവ് ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ മനീശ്വരനും കുട്ടിച്ചാത്തനും വിളക്ക് വെച്ചിരിക്കുന്നതും കാണാം. പിന്നെ കരിന്തണ്ടനെ മറവ് ചെയ്ത സ്ഥലത്തൊരു തറ നിർമ്മിക്കാൻ പല ആവർത്തി ശ്രമിച്ചിട്ടും പരാജയപ്പെടുകയാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. കരിന്തണ്ടനെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ കമന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.